മയിൽപ്പീലിക്കാവ് എന്നുള്ള അനിൽ ബാബുവിൻ്റെ തന്നെ മറ്റൊരു ചിത്രം. ആ ചിത്രത്തിൻ്റെ ഈ മയിലായി പറന്നു പോകാൻ എന്നുള്ള എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു അവർക്കൊരു ഡിഫറൻസ് വേണം സാധാരണ കേൾക്കുന്നതിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ വേറെ കർണാട്ടിക് രാഗങ്ങളിൽ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള ചില സെമി ക്ലാസിക്കൽ പാട്ടുകളുണ്ടല്ലോ, ആ മോഡലിൽ 2-3 ടൈപ്പ് പാട്ടുകൾ കേൾപ്പിച്ചു. ഒരു ദിവസം 1.5 ദിവസം ഇരുന്ന് കേൾപ്പിച്ചിട്ടും അവർക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല. അവർ ഉദ്ദേശിച്ച ആ വ്യത്യാസം വരുന്നില്ല. അന്ന് റെക്കോർഡിങ്ങിൻ്റെ അകത്ത് സമയം ഞങ്ങൾ കമ്പോസിങ് കഴിഞ്ഞു, ഏകദേശം മറ്റുള്ള പാട്ടുകളൊക്കെ തീർക്കുകയും ചെയ്യണമല്ലോ. രാത്രിയായിട്ട് ഉറക്കം പറ്റില്ല, പിന്നെ അങ്ങോട്ട് കിടന്നോട് ഉറങ്ങി. കാലത്ത് എഴുന്നേറ്റപ്പോൾ ചേട്ടൻ പറഞ്ഞടാ, അപ്പം ഞാൻ അപ്പച്ചനെ കണ്ടിട്ടില്ല. എൻ്റെ ചേട്ടൻ കുറേയും കൂടിയൊക്കെ അപ്പച്ചനായിട്ട് കുറച്ച് പ്രായം എപ്പോഴാണല്ലോ മരിച്ചത്. അങ്ങനെ പറഞ്ഞ അപ്പച്ചൻ മൂളിക്കൊണ്ട് ഒരു രാഗമുണ്ട്, ദേശരാഗം. പ്രത്യേകിച്ചും എപ്പോഴും അല്ല, മരിക്കുന്നതിന് ഒരു 2-3 മാസം മുമ്പ് വീട്ടിൽ PWD ആയിരുന്നു ജോലിയിൽ നിന്നും ലീവ് എടുത്തിട്ട് റെസ്റ്റ് എടുത്ത് കുളിയും എണ്ണ തേച്ചുള്ള കുളിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൂളിക്കൊണ്ടിരിക്കുന്ന ഒരു രാഗം എൻ്റെ മനസ്സിൽ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അത് ദേശമായിരുന്നു, അപ്പച്ചന് ഇഷ്ടമുള്ളൊരു രാഗമായിരുന്നു. അതിൻ്റെ അകത്ത് വെറുതെ ആലാപനം മാത്രമേ പാടുള്ളൂ. എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ടിരിക്കും. ഹാർമോണിസ്റ്റും കൂടിയായിരുന്നു, പ്രൊഫഷണലായിട്ട് പോയില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിൽ പിടിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞൊരു പണിയാണ് നമുക്ക്. അതിൻ്റെ അകത്ത് നമുക്ക് സാധാരണ കേൾക്കുന്നത് ശംഖ് പുഷ്പം കണ്ണെഴുതുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുഷ്പം മാത്രമെൻ, ഇങ്ങനെ ഒഴുക്കാണ് അതിൻ്റെ അകത്ത് മിക്കവാറും നമ്മൾ കേട്ടിരിക്കുന്നത്. അത് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴേ നമ്മൾ രണ്ടുപേരും കൂടി ആലോചിച്ചിട്ടാണ് തനന തനാനിന തനി തേനി താനിനേ തനിനേ. തുടങ്ങുമ്പോൾ തന്നെ ഒരു 6 ബാറിൻ്റെ ഒരു 3-4 കട്ടുകളാണ്. മയിലായി പറന്നു പോവാ. അങ്ങനെയാണ് ആ ട്യൂൺ പല്ലവി കേൾപ്പിച്ചു. ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അന്ന് കാലത്തെ. പറഞ്ഞു ഇതിലൊന്നും ചെയ്യണ്ട, ഞങ്ങൾ ഇതാണ് ഉദ്ദേശിച്ചത്, ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പറഞ്ഞു. അതങ്ങോട്ട് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് വൈകുന്നേരത്തിനുള്ളിൽ മിക്കവാറും ആ പാട്ടുകൾ ഫുള്ളായിട്ട് കമ്പോസ് ചെയ്തിട്ടാണ് പോയത്. ഇത് അവതരിപ്പിച്ചപ്പോൾ ആ സംവിധായകന്റെ പ്രതികരണം എന്തായിരുന്നു? ഇത് അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തിയായിരുന്നു. അദ്ദേഹം മാത്രമല്ല, അനിൽ ബാബു അവർ മാത്രം സഹോദരന്മാരല്ല, അറിയിച്ചുകൊണ്ടുള്ള പാട്ടുകൾ ചെയ്യുമ്പോൾ തന്നെ വല്ലാത്തൊരു എനർജി. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ ഒരു പല എണ്ണപ്പെട്ട പാട്ടുകളും മനസ്സിൽ ഓർത്തിരിക്കുന്ന പാട്ടുകളിലൊരു പാട്ട് ഇതാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ രാഗം തന്നെയാണ്. അതിൽ ചരണം വന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നമുക്ക് ഹിന്ദുസ്ഥാനിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് വേറെ ഏതെങ്കിലും രാഗത്തിൻ്റെ ഡങ്ക് എന്ന് പറയും, അതിൻ്റെ കളറും കൂടി മിക്സ് ചെയ്യാം. അങ്ങനെ മൽഹാറും കൂടി ഇതിൻ്റെ അകത്ത്, മൽഹാറിൻ്റെ ഒരു ചെറിയൊരു ഷെയ്ഡ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്.